ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബോണ്ണത്താല കാണാനാണ് കേട്ടോ. തൃശ്ശൂരാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഒരുപാട് പള്ളികളിൽ നിന്നുള്ള നമ്മുടെ പാപ്പാമാര് തൃശ്ശൂർ നഗരത്തെ കീഴടക്കുന്ന കാഴ്ചകളാട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് കുറേ കുട്ടികൾ സ്കേറ്റിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ട് കറങ്ങണ കാഴ്ചയായിട്ട് കണ്ടത് നിങ്ങൾ. ഇതാ ഫസ്റ്റ് അത് ടാബ്ലോ വന്നു. ഇതപ്പോൾ ഒരുപാട് കുട്ടികൾ മുതിർന്നവരടങ്ങിയ സംഘങ്ങൾ ഓരോരോ ഇടവകയെന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതപ്പോൾ ദാ ഔസപിതാവും മാതാവും ഉണ്ണീശൊക്കെ ആയിട്ട് നമ്മൾ ഇതിൽ കുതിരവണ്ടിയിൽ വരുന്ന കാഴ്ചയായിട്ട് ഒരു ടാബ്ലോ. ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കൂട്ടോ അത് കാണപ്പോൾ. നമ്മുടെ തൃശ്ശൂരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലിക്കളിക്കായാലും അതേപോലെ തന്നെ ക്രിസ്മസിനായാലും എല്ലാത്തിനും നല്ല മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന നാടാണ് കേട്ടോ തൃശ്ശൂർ. അതുപോലെ ദാ നമ്മുടെ ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വീൽ ചെയറിൽ അവരൊരു സന്തോഷമാണ് ക്രിസ്മസിന് എന്ന് പറയുക. ക്രിസ്മസിൻ്റെ ബോണ്ണത്താല പരിപാടിയിൽ പങ്കെടുക്കണം അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവരെ കൊണ്ടുപോയി കൂടെ നിന്ന് അവരുടെ ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കേണ്ടിട്ടാ. അതിന് തന്നെ വലിയൊരു സന്തോഷം നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ഒന്നീന്ന് മാറി നിൽക്കേണ്ടവരല്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് തന്നെ വരും. അവർക്കൊരു പോസിറ്റിവിറ്റി അതിന് കിട്ടുകയും ചെയ്യട്ടാ. ഇതപ്പോൾ അടുത്ത ടാബ്ലോ വരുന്നുണ്ട്, രഥാണ്. അതുപോലെ ഒട്ടകപ്പുറത്ത് രാജാക്കന്മാര് വരുന്നത് ഒട്ടകത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇതാ വേറെ ഓരോരോ ഇടവകകളായിട്ട് കുട്ടികളെ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടിന്യൂസ് ഓരോ ഇടവകയിൽ നിന്നുള്ള ആൾക്കാർ വരൂട്ടാ. ഒരു മൊത്തം നമ്മുടെ തൃശ്ശൂർ നഗരം ചുവപ്പ് കൊണ്ട് മൂടിയിട്ടുള്ള ഇതാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ. പാവങ്ങളുടെ അമ്മയെ മദർ തെരേസയുടെ ടാബ്ലറ്റാണ് നമ്മളിത് കാണാൻ പോണത്. പിന്നെ ഇവര് കുറേ നടന്നിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും, നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ഇത്ര ടൈമിന് ഇടയ്ക്കിടയ്ക്ക് ഇത്ര ടൈമിനുള്ളിൽ അവിടെ നിന്നിട്ട് പിന്നെ അവർ ഡാൻസ് പാട്ട് അവിടെ വെക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ ഡാൻസ് കളിക്കൂട്ടാ. നമുക്കിനി കാണാം. എന്താ അപ്പോൾ അവർ ഡാൻസ് കളിക്കാൻ പോണ്. Real
മൊത്തത്തിൽ നല്ല രസമാണ് കാണാൻ. നമ്മൾ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പാട്ട് വെക്കുമ്പോൾ എല്ലാവരും നിന്ന് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കളിക്കും. ഓരോ ഇടവകയായിട്ട് നിന്നിട്ട് കളിക്കണതാണ് ഭയങ്കര രസമായിട്ടാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും. അപ്പോൾ അടുത്ത ടേബിൾ വന്നു. അങ്ങനെ ഒന്നിടവിട്ട് ഒരു ഇടവക തലത്തിലും പിന്നെ അതേപോലെ തന്നെ ഇതായിട്ട് നിൽക്കണം. പിന്നെ കുറേ പിള്ളേർ ഓടുണ്ട് അത്ര എനർജറ്റിക്കായിട്ട്. അത് നേരത്തെ പോയത് തൃശ്ശൂർ പാവട്ടിയുള്ള ടീമാട്ടാ. മുതിർന്നവരും ഓരോക്കെ കുട്ടികളൊക്കെ ആയിട്ട് ഓടിപ്പോയി ചെയ്യുന്നത്. അത്ര എനർജറ്റിക് ആയിട്ട് നടന്നിട്ട് ടീമാട്ടാ. നമ്മൾ കണ്ടതിൽ അവർക്ക് പാവട്ടികൾക്കായിരുന്നു ഏറ്റവും ഉഷാർ. അതൊരു കുട്ടി കണ്ടില്ലേ, കുഞ്ഞു സൈക്കിളുമേ പോവാണ് കേട്ടാ. അവനും ആഗ്രഹം. കുറച്ച് വൈബമ്മച്ചി പരിപോണ്ടാ. I messed up, gave too much.
അതിൻ്റെ ഇടയിൽ ഒരു മിടുക്കൻ അവൻ്റെ അമ്മ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവൻ ഇരിക്കുക, താഴ്ത്തിരുന്നവൻ നടു റോട്ടിൽ. അവനത് പ്രശ്നമൊന്നുമില്ല, നടു റോട്ടിൽ ഇരുന്നിട്ട് അവന് കാല് കഴിച്ചിട്ടുണ്ടായിരിക്കാം, കുറേ ദൂരം നടന്നതല്ലേ. അപ്പോൾ അവനും ഡാൻസ് കളിച്ച് മടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഇരിക്കുകയാണ്. ആൾക്ക് അറിയണമെന്നില്ല, ആൾ ഉഷാറാണ്, ആൾ നോക്കിയിരിക്കുകയാണ്. ആരും ഇവരെന്നെ ചവിട്ടാതെയും നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ കളിക്കുന്നത്. കുറച്ച് നേരം എല്ലാവർക്കും റെസ്റ്റിംഗ് പീരീഡ് കൊടുത്തപ്പോൾ അവരെല്ലാവരും നടുറോട്ടിലിരുന്ന്. അപ്പോൾ അവനും സമാധാനമായി. അവനവൻ്റെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ നോക്കിയിരിക്കുന്നു. അവൻ്റെ അമ്മേരെ വടിയിലൊക്കെ ഇരുന്ന് ആൾ ചിരിച്ചിട്ട് ആൾക്ക് ഈ കൊല്ലത്തെ ബോണ്ണത്താലയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്